ഡോക്ടർ സുജിത് കൊലക്കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ വളരെ ശക്തമായ തെളിവ് ഞാൻ കണ്ടെത്തി. എ വെരി സ്ട്രോങ് എവിഡൻസ്. എന്താണ് സാർ അത്? കൊലപാതകം നടന്ന രാത്രിയിൽ സുജിത്തും അമ്മുവും ഒരേ മൊബൈൽ ടവറിന്റെ പരിധിയിലുണ്ടായിരുന്നു. അത് അത്ര വലിയ തെളിവാണോ സാർ? ഒരേ ടവറിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അമ്മുവിന് ആ കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് കരുതാൻ പറ്റുമോ? തന്നെയൊക്കെ ആരാടോ പോലീസിലെടുത്ത്? കൊലപാതകം നടന്ന രാത്രിയിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല എന്നല്ലേ അമ്മുവും ഫ്രണ്ട്സും നമ്മളോട് പറഞ്ഞത്? പിന്നെങ്ങനെ സിറ്റിയിലെ മൊബൈൽ ടവറിന്റെ പരിധിയിൽ അവരുടെ ഫോൺ വന്നു? അപ്പോ അവര് പറഞ്ഞത് കള്ളമല്ലേ? അത് തെളിയിക്കാൻ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. അവരെ കൊടുക്കുന്ന തെളിവാണിതെന്ന് SI സാറിന് ഇപ്പോഴെങ്കിലും ബോധ്യമായോ? അങ്ങനെ കൊലപാതകയിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. ഇക്കാര്യം തന്നോട് സ്റ്റേഷനിൽ വെച്ച് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇല്ല സർ. ഏതോ ഒരു ചാരൻ അവിടെ ഉണ്ട്. എന്റെ പല നീക്കങ്ങളും അവൻ എതിരാളികൾക്ക് ചോർത്തി കൊടുക്കുന്നുമുണ്ട്. അതാരാണെന്ന് തനിക്കറിയാമോ? ഇല്ല സർ. ഇനി താനെങ്ങാനും ആണോ ആ ചാരൻ? അല്ല സർ. നടക്കട്ടെ നടക്കട്ടെ, എല്ലാ ചാരന്മാരെയും കയ്യോടെ ഞാൻ പിടിക്കും. ചിലപ്പോൾ കൊലപാതകികളെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ. എന്താ സംശയമുണ്ടോ SIക്ക്? ഇല്ല സർ, സാറിന് അത് സാധിക്കും. എന്തോ? എങ്ങനെ? എടോ സബ് ഇൻസ്പെക്ടറെ, കൊലപാതകികൾക്ക് ചിലപ്പോൾ ഈ സർക്കിൾ ഇൻസ്പെക്ടർ മാപ്പ് കൊടുത്തു എന്ന് വരും. പക്ഷേ കുലദ്രോഹികൾക്ക് മാപ്പില്ല എന്ന് കേട്ടിട്ടുണ്ടോ താൻ? അത് തന്നെ എന്റെയും പോളിസി. കുലദ്രോഹികളായ ചാരന്മാർക്ക് ഈ ഉണ്ണിത്താൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. താൻ പോയിക്കോ, പോയിക്കോ. ശരി സാർ. എന്റെ ചാരു, ഇന്ന് കോളേജിൽ നല്ല വർക്കുണ്ടായിരുന്നു. ഒരു മിനിറ്റ് റിലാക്സ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതെനിക്ക് തോന്നി. അതുകൊണ്ടാവുമല്ലോ ഞാൻ വിളിച്ച പരുവേട്ടൻ ഫോൺ എടുക്കാതിരുന്നത്. നീ വിളിച്ചായിരുന്നോ? ഫോൺ എടുത്ത് നോക്ക്, എന്റെ 3 മിസ് കോളെങ്കിലും കാണും. എന്നാ ക്ലാസ് കഴിയുമ്പോ ഒന്ന് തിരിച്ചു വിളിക്കാം. തിരക്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല ചാരു. എങ്ങനെ ശ്രദ്ധിക്കാനാ? ക്ലാസ് കഴിഞ്ഞാൽ ലൈബ്രറി, വീണ്ടും ക്ലാസ്, അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ ജോലി തലേ കയറിയ അരുവേട്ടന് മറ്റൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇനി ശ്രദ്ധിച്ചോളാം. അല്ല, നീ എന്തിനാ വിളിച്ചേ? നമ്മുടെ ശ്രീകുട്ടി പ്രസവിച്ചു. ഏത് ശ്രീകുട്ടി? ഗോവിന്ദമ്മയുടെ അവിടുത്തെ. അതിന് ഗോവിന്ദമാമയ്ക്ക് 2 ആൺമക്കളല്ലേ? അവരാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടുമില്ല. എന്റെ അരുവേട്ടാ, അവരുടെ പശുവിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. ഞാനത് മറന്നു. അരുവേട്ടന് ഓർമ്മയില്ലേ, നമ്മുടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വിരുന്നിന് ചെന്നപ്പോ മണിയൊക്കെ കിലുക്കി മുറ്റത്തൂടെ അവൾ ഓടി വന്നത്? ഓർക്കുന്നില്ലേ? പിന്നെ ഓർമ്മയുണ്ട്. അല്ല, ഈ പശു പ്രസവിച്ചത് അറിയിക്കാനാണോ നീ എന്നെ അർജന്റായിട്ട് വിളിച്ചത്? അതല്ല, വിശേഷം വേറെയുണ്ട്. നമ്മുടെ പാർവതി ഇല്ലേ? പാർവതിയോ? പാർവതിയെ മറന്നോ? നമ്മുടെ സുലോചന ടീച്ചറുടെ മോളെ, വെളുത്തു മെലിഞ്ഞ സുന്ദരിക്കുട്ടി. ഓർമ്മ വന്നു. അല്ല, പാർവതിക്ക് എന്ത് പറ്റി? അവളും പ്രസവിച്ചോ? ഈ അരുവേട്ടിനെ കൂടി ഞാൻ തോറ്റു. അതിനവളുടെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നല്ലോ. ഇല്ലേ? ഞാൻ വിചാരിച്ചു. പറ, എന്താ പാർവതിക്ക് വിശേഷം? അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയെന്നോ? ആരുടെ കൂടെ? അവളുടെ പ്രൊഫസറുടെ കൂടെ. പുള്ളി ക്രിസ്ത്യാനിയാ. 2 പേരും ഭയങ്കര പ്രേമത്തിലായിരുന്നു. കല്യാണം നടത്തി കൊടുക്കാൻ വീട്ടുകാർ സമ്മതിച്ചില്ല. മിനിഞ്ഞാന്ന് 2 പേരും കൂടി പോയി രജിസ്റ്റർ മാരേജ് ചെയ്തു. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ധൈര്യം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല ഇതൊന്നും. അതെ, വല്ലാത്ത ധൈര്യം തന്നെ. അല്ല, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അമ്മ വിളിച്ചിരുന്നോ? ഇല്ല, വിശേഷങ്ങളായിട്ട് ഒരാൾ നേരിട്ട് വന്നു. ആര്? അച്ഛൻ. അച്ഛൻ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് ആളെവിടെ? അച്ഛൻ ഇവിടെ ടൗണില് ഒരു കല്യാണത്തിന് പോവാൻ വന്നതാ. അപ്പൊ ഇവിടെയും കയറി കുറച്ചുനേരം വർത്താനം പറഞ്ഞിരുന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. അതെന്ത് പണിയാ ചാരു നീ കാണിച്ചത്? എന്തിനാ അച്ഛനെ പെട്ടെന്ന് പോകാൻ സമ്മതിച്ചത്? ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാനെങ്കിലും പറയണ്ടായിരുന്നോ? അച്ഛനും അരുവേട്ടനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ അരുവേട്ടനെ അന്വേഷിച്ച് കോളേജിൽ ചെന്നിരുന്നു. കോളേജിലോ?
ചെന്നപ്പോഴാ അറിഞ്ഞത് അരുവേട്ടൻ ഇന്ന് ലീവാണെന്ന്. ലീവ്? അത് പിന്നെ ഞാൻ ഇടയ്ക്കെപ്പോഴോ പുറത്തു പോയിരുന്നു, അപ്പോഴായിരിക്കും അല്ലേ? മുഴുവൻ സമയവും നിന്ന് തിരിയാൻ നേരമില്ലാതെ ക്ലാസ് എടുക്കുക, അതിനിടയിൽ സമയമുണ്ടാക്കി പുറത്തും പോകുന്നു. ഹോ, എന്ത് കഷ്ടപ്പെട്ട അരുവേട്ടൻ കോളേജിൽ ജോലി ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോ. അത് ചരു, ഞാൻ ഇടയ്ക്ക് പുറത്തു പോയിരുന്നു. പിന്നെ ഞാൻ ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഓ, എന്തൊരു ചൂടാ. ഉവ്വോ, അപ്പൊ അവള് തന്നെ, അമ്മു തന്നെയാണ് ഡോക്ടർ സുജിത്തിനെ കൊന്നത്. ഒരുപക്ഷെ അവളുടെ കൂട്ടുകാരികൾ പോലും അറിയാതെ അതിവിദഗ്ധമായിട്ടായിരിക്കും അവളത് ചെയ്തത്. ഇനി ഒന്നും ആലോചിക്കാനില്ല സർ. എത്രയും പെട്ടെന്ന് അവളെ പിടിച്ചകത്തിട്ട് 2 പൂശി പൂശിയ എല്ലാ സത്യവും പുറത്തു വരും. വരട്ടെ ഡോക്ടർ സീനത്തെ, നമുക്ക് ഇത്തിരി കൂടി ക്ഷമിക്കാം, അല്പം കൂടി കാത്തിരിക്കാം. ഇനിയും കാത്തിരിക്കുന്നത് എന്തിനാണ് സർ? ഇപ്പോൾ തന്നെ ആവശ്യത്തിന് തെളിവുകൾ നമ്മുടെ കൈവശം ഉണ്ടല്ലോ. അവളെ കൊടുക്കാൻ ഏതു പോലീസുകാർക്കും ഇതിൽ കൂടുതൽ തെളിവുകൾ വേണോ സർ? ഏതു പോലീസുകാരനും ഇതൊക്കെ മതിയാകും. പക്ഷേ ഈ ഉണ്ണിത്താൻ ഏതു പോലീസുകാരനെയും പോലെയല്ലല്ലോ. ഐ ആം സംതിങ് ഡിഫറെന്റ്. ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. ഇനിയും നമ്മൾ താമസിച്ച ഒരിക്കലും അവളെ തൊടാൻ കഴിഞ്ഞില്ലെന്നും വരും. അറിയാലോ, മേനോൻ വക്കീലിന്റെ മകളാണവൾ. കുരുട്ടബുദ്ധി അവൾക്കാരെ ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. തെളിവുകളെല്ലാം മായ്ച്ചു കളയാൻ അച്ഛനും മോളും കൂടി ഇപ്പൊ തന്നെ പുറപ്പെട്ട് കാണും. ഉണ്ണിത്താന്റെ തെളിവുകളൊന്നും അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല ഡോക്ടർ സീനത്ത്. അതൊന്നും മായ്ച്ചു കളയാൻ ഒരു പീറ വക്കീലിനും അയാളുടെ തലതെറിച്ച മോൾക്കും സാധിക്കില്ല. നമ്മുടെ കൈവശമുള്ള എവിഡൻസ് മറികടക്കാൻ അവർ പുതിയ കഥകൾ മെനഞ്ഞാലോ? മെനയട്ടെ, ഇഷ്ടം പോലെ മെനയട്ടെ. അവർക്ക് അവരുടെ സ്റ്റൈൽ, എനിക്ക് എന്റെ സ്റ്റൈൽ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഡോക്ടർ സീനത്ത്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതല്ല സർ, എന്റെ ആശങ്ക കൊണ്ട് പറഞ്ഞു പോയതാ. ഈ ഉണ്ണിത്താൻ കൂടെയുള്ളപ്പോ എന്തോ തന്നെ ഈ ആശങ്ക? അതെ, അത് ദൂരെ അങ്ങോട്ട് എടുത്തു കളെ. എന്നിട്ട് ഈ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്ക്. മറ്റുള്ളവർ കാണാത്തത് ഞാൻ കാണും, മറ്റുള്ളവർ കേൾക്കാത്തത് ഞാൻ കേൾക്കും. പക്ഷെ ചെയ്യുന്നതെല്ലാം വളരെ രഹസ്യമായിട്ടായിരിക്കും, അതീവ രഹസ്യമായിട്ട്. പിന്നെ നമുക്ക് മുമ്പിൽ ഇപ്പോഴുള്ളത് ചില തുമ്പുകൾ മാത്രമാണ്. അതുപോരാ. സമുദ്രത്തിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുമലയുടെ മുകളറ്റം കണ്ട് മതിമറക്കുന്നവനല്ല ഈ ഉണ്ണിത്താൻ. മുങ്ങാങ്കുഴിയിട്ട് ആ മഞ്ഞുമല മൂടോടെ പൊക്കിയെടുക്കുന്നവനാണ് ഈ ഉണ്ണിത്താൻ. കോടതിക്ക് മുമ്പിൽ ഞാൻ കൊണ്ടുചെന്ന് വെക്കും. വെറും തുമ്പുകളല്ല, തെളിവുകളുടെ മഞ്ഞുമല. അതുവരെ ക്ഷമിക്കാനുള്ള വിവേകം കാണിക്കൂ ഡോക്ടർ സീനത്ത്. ഐ എം സോറി സർ, ഞാൻ വേറൊന്നും വിചാരിച്ചല്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ സെന്റിമെന്റ്സ്. പക്ഷേ കോടതിയിൽ അതിന് യാതൊരു വിലയുമില്ല. തെളിവുകൾ, അതാണ് പ്രധാനം. തിടുക്കം കാണിച്ചാലേ പല ലിങ്കുകളും നമ്മൾ കാണാതെ പോകും, പല തെളിവുകളും നഷ്ടപ്പെടും. പ്രതികളെ ഈസി ആയിട്ട് അങ്ങോട്ട് രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഞാൻ ഈ പാടൊക്കെ പെടുന്നത്. അല്ല, നിങ്ങൾ നാഷണൽ ജിയോഗ്രഫി ചാനൽ കാണാറുണ്ടോ? എന്തിനാണ് സർ? ചോദിച്ചതിന് മറുപടി പറയൂ. കാണാറുണ്ടോ? ഉണ്ട് സർ. അതിൽ പുള്ളിപ്പുലി ഇരയെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. എന്നാൽ അത് കാണണം. പുൽമേട്ടിൽ പുല്ലും പുൽപ്പടർപ്പുകളും തിന്ന് മതിമറന്ന് നടക്കുന്ന മാനുകൾ. അധികം ദൂരെയല്ലാതെ ഒരു പുള്ളിപ്പുലി ഒളിച്ചിരിപ്പുണ്ടാവും. മാനുകൾ അതറിയുന്നേയില്ല. കാരണം പുലി ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ, ഒന്നനങ്ങുക പോലും ചെയ്യാതെ, ഒരു പുൽക്കൊടിയുടെ പോലും മറവിൽ ഇരയിൽ തന്നെ കണ്ണുറപ്പിച്ച് മണിക്കൂറുകളോളം ഒരേ ഇരിപ്പങ്ങനെ ഇരിക്കും. ഒടുവിൽ പറ്റിയ അവസരം എത്തുമ്പോൾ ഒരൊറ്റ ചാട്ടം. അതിന്റെ കയ്യിലോ കാലിലോ അല്ല, കഴുത്തിലാണ് ആ പുലി പല്ലുകൾ ആഴ്ത്തുന്നത്. അപ്പം മാനൊന്ന് പിടയാൻ പോലും കഴിയില്ല. നിമിഷങ്ങൾക്കുള്ളിൽ തുറിച്ച കണ്ണുകളുമായി രക്തം വാർന്ന മുഖവുമായി അവൻ മണ്ണിൽ അമർന്നു കിടക്കും. ആ പുലിയെപ്പോലെയാണ് ഈ ഉണ്ണിത്താൻ. കിടത്തും ഞാൻ ഇരകളുടെ അവസാനത്തെ പിടച്ചിൽ കാണാൻ
കണ്ണ് ചിമ്മാതെ കാത്തിരുന്നോളൂ സീനത്ത്. ഇവളിതെവിടെ പോയി? എന്റെ അമ്മോ, എടി കോമഡി എന്ന് വെച്ചാ ഇതാണ് കോമഡി. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ചിരിച്ചിട്ടില്ല. എന്താ കാര്യം ചോദിക്കേ? നീ എന്തെങ്കിലും കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുന്നേ. ഡീ, ഞാൻ ചിരിച്ചതിന്റെ കാര്യം എന്താന്ന് ചോദിക്കേ? എന്താ കാര്യം? അങ്ങനെ ചോദിക്കും. ഡീ, നീ ഇത് കണ്ടോ? ഇതൊരു ചെക്കോസ്ലോവാക്യൻ മൂവിയാ, മൈ സ്വീറ്റ് ലിറ്റിൽ വില്ലേജ്. തുടക്കം മുതൽ ഒടുക്കം വരെ കോമഡിയാ. ജെറി മെന്റൽ എന്ന ഡയറക്ടറുടെ പേര്. ചെക്കോസ്ലോവാക്യയിലെ ഒരു പ്രിയദർശനാണ് കക്ഷി. ഡീ, നീ ഇതൊന്ന് കാണണം. വച്ചോ? വെറുതെ കയ്യിൽ വെച്ച പോരാ, ഇന്ന് തന്നെ കാണണം. കാണാം. ഡീ, വെറുതെ എന്തിനാടി ആളുകള് ചിരിക്ലബിൽ പോയി വിഡ്ഢികളെ പോലെ ഇങ്ങനെ മേലോട്ട് നോക്കി ഇങ്ങനെ ചിരിക്കുന്നേ? ഇതുപോലെ 4 സിനിമ കണ്ടാ പോരെ? അയ്യോ ഷടാ, ഞാൻ ഇത്രയും കോമഡി പറഞ്ഞിട്ടും നീ ഒന്ന് ചിരിക്കുന്ന പോലും ഇല്ലല്ലോ. ഒന്ന് ചിരിക്കടി. എടാ, ഒന്ന് ചിരിക്കാൻ. ചിരിക്കാനല്ലേ പറഞ്ഞത്? വിടമ്മു. ഇല്ല, നിന്നെ അങ്ങനെ വിടുന്ന പ്രശ്നമില്ല. അമ്മു പ്ലീസ്, കുറച്ചു നേരം ഞാൻ തനിച്ചിരുന്നോട്ടെ. ഷംന, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നോക്കി, ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഇവിടെ ഇങ്ങനെ പൂട്ടിക്കെട്ടിയിരിക്കാതെ നമുക്കൊന്ന് പുറത്തു പോയി ഇച്ചിരി കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് കറങ്ങിട്ട് വരാം. ഇല്ല, ഞാനിപ്പോ എങ്ങോട്ടും ഇല്ല. മനസ്സിന് സുഖമില്ലെങ്കിൽ പിന്നെ എന്ത് കാഴ്ചകൾ? മനസ്സിന്റെ സുഖവും അസുഖവും ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. എന്തായാലും നിന്നെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എണീറ്റേ, മോളി ചെന്ന് വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. എന്നിട്ട് എന്റെ കൂടെ വരണം, കേട്ടാ? എങ്ങോട്ട് പോവാൻ? നീ ആദ്യം റെഡിയാവ്, അത് കഴിഞ്ഞ് പറയാം എങ്ങോട്ടാണ്. എന്നെ വിടമ്മു. ശ്രീകുട്ടി, ഞാൻ നേരെ കോടതിയിലേക്ക് പോവാ. കേസിന്റെ ഫയലുകൾ അവിടെ എത്തിച്ചാ മതി. പിന്നെ BSNL നിന്ന് കിട്ടിയ ആ റെക്കോർഡുകൾ എടുക്കാൻ മറക്കല്ലേ. ശരി. അമ്മു എന്ന് പറയുന്ന കുട്ടിയുടെ വീട് ഇത് തന്നെയല്ലേ? അതെ. നിങ്ങൾ ആരാ? ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ആരോഗ്യ പ്രവർത്തകരാ. അമ്മുവിനെ ഒന്ന് കാണുമായിരുന്നു. അമ്മ ഇവിടെ ഇല്ലല്ലോ, എന്താ കാര്യം? ഞങ്ങള് അമ്മുവിന് കൊടുക്കാനുള്ള വിറ്റാമിൻ ഗുളികയായിട്ട് വന്നതാ. വിറ്റാമിൻ ഗുളികയോ? ഇവിടെ ആർക്കും അതിന്റെ ആവശ്യമില്ല. അതല്ല മേഡം, ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പദ്ധതിയാ. അബോട്ട് ചെയ്യുന്നവർക്ക് വീട്ടിൽ ചെന്ന് ഈ ഗുളികകൾ കൊടുക്കണമെന്ന റൂള്. അത് അബോട്ട് ചെയ്തവർക്കല്ലേ? ഇവിടെ അങ്ങനെയുള്ളവരാരുമില്ല. നിങ്ങൾ കാർഡ് തെറ്റിയതാവും. ഇല്ല മാഡം, അമ്മു കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വന്ന് അബോർഷൻ നടത്തിയതല്ലേ. രാവിലെ വീട്ടിൽ കയറുമെന്ന് തെമ്മാടത്തരം പറയുന്നു. ഞാൻ അവളുടെ അമ്മയാ. എന്നോട് ഇത് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? പൊയ്ക്കോണം എന്റെ മുമ്പിൽ നിന്ന്. മേഡം ഇങ്ങനെ ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുന്നേ ഉള്ളൂ. മേഡത്തിന് സംശയം ഉണ്ടെങ്കിൽ മകളോട് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ മകളുടെ ഹസ്ബൻഡിനോട് ചോദിക്കൂ. ഹസ്ബൻഡോ? അതിന് എന്റെ മകൾ മാരീഡ് അല്ലല്ലോ. അല്ലേ? അപ്പൊ പിന്നെ അമ്മുവിന്റെ കൂടെ വന്നതാരാ? അരുൺകുമാർ എന്ന പേരാണ് ഹോസ്പിറ്റൽ റെക്കോർഡിലുള്ളത്. അരുൺകുമാറോ? ഏത് ഹോസ്പിറ്റൽ എന്നാ പറഞ്ഞത്? ജനറൽ ഹോസ്പിറ്റൽ. അപ്പോ ഞങ്ങൾ ഈ ഗുളിക എന്ത് ചെയ്യണം മാഡം? അത് നിങ്ങൾ തന്നെ വിഴുങ്ങിക്കോ. പൊയ്ക്കോണം എന്റെ മുമ്പിൽ നിന്ന്. മേഡം,
ഞാൻ അഡ്വക്കേറ്റ് ശിവരഞ്ജിനി. അറിയാം മാഡം, ഞാൻ ഒരിക്കലും ഓഫീസിൽ വന്നിട്ടുണ്ട്. മാഡം വരുമെന്ന് സൂപ്രണ്ട് വിളിച്ച് പറഞ്ഞിരുന്നു. എന്താ മാഡം കാര്യം? ഇന്നലെ നടന്ന അബോഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കിന്ന് വേണം. ഓക്കെ, ഒരു കേസിന്റെ കാര്യത്തിനാ. അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാ മാഡം. ഇന്നലെ എല്ലാം പൊളിഞ്ഞേനെ. ഒട്ടും വിചാരിക്കാതെയാ ചാരുവിൻ്റെ അച്ഛൻ വീട്ടിൽ ചെന്നത്. അതിനു മുമ്പേ എന്നെ അന്വേഷിച്ച് കോളേജിലും ചെന്നിരുന്നത്രേ. ലീവ് എടുത്ത് ഞാൻ എവിടെയാ പോയെന്നൊക്കെ ചാരുവിനോട് അദ്ദേഹം തിരക്കിന്ന്. ഓ, എന്തൊക്കെയോ പറഞ്ഞ് ഒരു വിധം ഞാൻ ചാരുവിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കായിരുന്നു. ശരിക്കും നെഞ്ചിടിച്ചുപോയി. ചെറിയ സംശയം അങ്ങനെ അവൾക്ക് തോന്നിയിരുന്നെങ്കിൽ അതോടെ കഴിഞ്ഞു കിട്ടിയനെ എല്ലാ അഭിനയവും. ഏയ്, അങ്ങനൊന്നും സംഭവിക്കില്ല. നല്ലതിനു വേണ്ടി ചെയ്യുന്ന എന്ത് കാര്യവും നമുക്ക് നല്ലതേ വരുത്തൂ. ഓഹോ, പുതിയ അറിവ് കേട്ടോ. എന്തായാലും നിങ്ങളൊക്കെ ചേർന്ന് എന്നെ ശരിക്കും ഒരു നടനാക്കി. അഭിനയം മാത്രമല്ല, തരക്കേടില്ലാതെ നുണ പറയാനും എനിക്കിപ്പം നല്ല പ്രാക്ടീസാ. സഹവാസം ഞങ്ങളുടെ കൂടെ നിന്നാലേ ആരും ഇങ്ങനെ നന്നായി പോകും സർ. ഇനി നുണ പറയില്ല എന്ന് ശരിക്കും മനസ്സിൽ ഉറപ്പിച്ച് അമ്മു എന്നോടൊരു സത്യം പറയണം. പറയോ? പറയാം സർ. എന്ത് സത്യ? സുജിത് ഡോക്ടറുടെ കൊലപാതകം അതാര് ചെയ്തു? ഡു യു ഹാവ് എനി ഇൻഫർമേഷൻ? ഇല്ല സർ, അതേക്കുറിച്ച് ഞങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല. സത്യം എനിക്കറിയേണ്ടത് ആ സത്യമല്ല, ഷംനയാണോ അത് ചെയ്തതെന്ന്. സർ, സംശയിച്ചൂടെ? ഷംനയ്ക്ക് ആ ഡോക്ടറുമായി ശത്രുതയുണ്ടാവാൻ മതിയായ കാരണങ്ങളുണ്ടായിരുന്നല്ലോ. അവളുടെ എല്ലാ രഹസ്യങ്ങളും അവള് നിങ്ങളോട് പറഞ്ഞിരിക്കണമെന്നില്ലല്ലോ. പറഞ്ഞിരിക്കും. രഹസ്യങ്ങളില്ലാത്തൊരു കുട്ടിയാ ഷംന, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടയിൽ. എനിക്കറിയാം അവളുടെ മനസ്സ്. ഇതുപോലൊരു പഞ്ചപാവത്തിനെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. സാർ ഇപ്പൊ പറഞ്ഞതുപോലെ ചിന്തിക്കാൻ പോലും അവൾക്ക് കഴിയില്ല. എങ്കിൽ വിട്ടേക്ക്. ഞാനൊരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ. അത് വിഷമമായോ? ഏ നെവർ സർ. ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ഹെൽപ്പ് ചെയ്തു തന്ന ആളാ സാറ്. ഈ ലോകത്ത് മറ്റൊരാളും ചെയ്യില്ല ഇതുപോലെ. എനിക്കത് നന്നായി അറിയാം. ഞാൻ പറഞ്ഞതുകൊണ്ടാണ് സാർ ഇത് ചെയ്തത് എന്നതിൽ എനിക്ക് ചെറുതല്ലാത്ത അഭിമാനമുണ്ട്. പിന്നെന്താ സർ? പിന്നെ ഒന്നുമില്ല. അപ്പൊ പിന്നെ കാണാം. ശരി സർ. പിന്നെ മേലിൽ ഇതുപോലുള്ള ഏടാകൂടങ്ങൾ ചെന്ന് ചാടാതിരിക്കുകയും എന്നെ അതിലേക്ക് ചാടിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ? ഐ ആം നോട്ട് ഓക്കെ. പുതിയ ഏടാകൂടങ്ങളുമായിട്ട് കൃത്യസമയത്ത് ഈ അമ്മു സാറിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കും. ഉറപ്പ്. ഒറ്റ അടി വെച്ചെന്നല്ലോ. തല്ലിക്കോ? എന്റെ ശിവ, നീയൊന്ന് അടങ്ങ്. സമാധാന ടീച്ചർ നേരെ ഇവിടെ വന്നിരിക്കേ. ഇനി എന്ത് സമാധാനം? എല്ലാം തീർന്നില്ലേ? തീർത്തില്ലേ അവള്? എന്നാൽ എങ്ങനെ തോന്നി അവൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ? വൃത്തികെട്ടവള് കുടുംബത്തിന്റെ മാനം കടത്തി കളഞ്ഞല്ലോ. അമ്മൂനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാത്തിനും കാരണക്കാരൻ അവനാ, അരുൺകുമാർ, ഒരു പ്രൊഫസർ. പലവട്ടം ഞാൻ അവന് വാണിംഗ് കൊടുത്തതാ. എന്നിട്ടും എന്റെ മോളെ അവൻ വിടില്ല. ഞാൻ അവനെ ആദ്യം അമ്മക്ക് വരട്ടെ. അവളുടെ കാര്യത്തിൽ തീരുമാനമായിട്ട് മതി അവന്റെ കാര്യം. ശിവ, നീ എടുത്തിയാടി ഒന്നും ചെയ്തേക്കരുത്. അറിയാലോ അമ്മുവിന്റെ സ്വഭാവം. അവൾ എങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ കഴിയില്ല. പ്രതികരിക്കും. എന്നാ ഈ ശിവരഞ്ജിയുടെ കൈയുടെ ചൂട് എന്ന് അവൾ ശരിക്കും അറിയും. വേണ്ടി വന്ന കൊല്ലും ഞാൻ അവിടെ. നിക്കണോടെ. എന്താണാവോ? നീ കഴിഞ്ഞ ദിവസം ജനറൽ ഹോസ്പിറ്റലിൽ പോയിരുന്നോ? പോയി. എന്തിന്? അത് പിന്നെ
എന്റെ ഫ്രണ്ടിന്റെ കൂടെ. ഏത് ഫ്രണ്ട്? അത് അമ്മയ്ക്ക് അറിയാത്തൊരു ഫ്രണ്ടാ. അരുൺകുമാറിന്റെ കൂടെ നീ പോയത്? എടി ചോദിച്ചു കേട്ടില്ലേ നീ? അയാളുടെ കൂടെ നീ പോയത്? അല്ല. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നു. എന്തിനാണ് നീ ഹോസ്പിറ്റലിൽ പോയത്? പറ. അവിടെ പോയി എന്ത് തോന്നിയ സാടി നീ കാണിച്ചത്? അഴിഞ്ഞടി നടന്നതിനൊക്കെ നിനക്ക് കൂലി കിട്ടിയല്ലേ? ഇനി എന്ത് ഭാവിയാണ് നിനക്കുള്ളത്? പിഴച്ചു പോയൊരു പെണ്ണിനെ കെട്ടാൻ ആരെങ്കിലും വരുമോ? വരുന്നില്ലെങ്കിൽ വരണ്ട, അത്രേ സന്തോഷം. വൃത്തിയോട് കാണിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നു. ശിവ, എന്ത് ഭ്രാന്താ നീ കാണിക്കുന്നത്? അതെ, എനിക്ക് ഭ്രാന്ത, മുഴുത്ത ഭ്രാന്ത്. ഇവളെ പോലെ തലതെറിച്ച മോളുണ്ടെങ്കിലേ ആർക്കായാലും ഭ്രാന്തം പിടിക്കും. കൊല്ലും ഞാനിവളെ. എനിക്കിങ്ങനെ ഒരു മോളില്ല. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി നടക്കുന്ന ശവം. എന്താണ് നീ തുറച്ചു നോക്കുന്നത്? ഇനി നീ ആരെയും വിളിക്കണ്ട, ആരും നീ കാണാൻ വേണ്ട. ഇനി നീ ഈ വീടിന്റെ പുറത്തിറങ്ങിയ കുഴിച്ചു മുടുന്നതിന് ഞാൻ